ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. അവസാനത്തെ കേസായി വീട്ടിലെ കണ്ടസ്റ്റൻസ് തീരുമാനിച്ചത് പാറു കമറുദ്ദീൻ മൈക്കിടാതെ സംസാരിക്കുന്ന ആ കേസാണ്. പാറുവിൻ്റെ വെള്ളിയാഴ്ചത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയത് പാറുവിന് എന്താ കൊമ്പുണ്ടോ, തോന്നിയതുപോലെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് തോന്നിയ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജഡ്ജിനെയും കുറേ പറയേണ്ട ആവശ്യമുണ്ട്. കാര്യം അവിടെ ഒരു ഡെക്കോറം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഗാനാ വിനോദിൻ്റെ കാര്യവും വിയാനേൻ്റെ കാര്യവുമാണ്. എന്നിട്ട് ഒരു ശിക്ഷയും കൊടുക്കാതെ അവരും ആ ലഹളയ്ക്കുള്ളിൽ കൂടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിയാന നല്ല നല്ല പോയിന്റ്സ് പാറു വെളുപ്പിക്കാൻ ശ്രമിച്ച സമയങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായി മേടിച്ച് തന്നെ നിന്നു. പിന്നെ വേറെ ഒട്ടും അതിശയമില്ലാത്ത കാര്യം എന്ന് പറയുന്നത് FJ എന്തെങ്കിലും വാ മൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിയാന അവിടെ മിണ്ടാണ്ടിരിക്കും. സാന്ദ്ര വിറ്റ്നസ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാറുവിൻ്റെയും കമറുദ്ദീൻ്റെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് സോറി പറഞ്ഞ് മുന്നോട്ട് പോവുക. ഇവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഇല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കണ്ടിരിക്കുന്ന ജനങ്ങൾക്കും ഉറപ്പാണ്. എന്നിട്ട് ഇവർക്ക് സമ്മതിക്കാനുള്ള മടി, എന്നിട്ട് അതിൻ്റെ ഇടയിലും ഇവർ മൈക്ക് മാറ്റി സംസാരിക്കുക. പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. ആ ക്യാമറ സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് സംസാരിക്കുക. എന്നിട്ട് വീണ്ടും ബിഗ് ബോസ് വിളിച്ച് പറയുക. എന്തൊക്കെയാല്ലേ. പിന്നെ നടന്നത് ജയിൽ നോമിനേഷൻ ആയിരുന്നു. രമ്യേനെയാണ് എല്ലാവരും പറഞ്ഞത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിൽ നോമിനേഷനിൽ വരേണ്ട കുറേ പേരുണ്ടായിരുന്നു. കാര്യം കുറേ പേര് ഈ ആഴ്ച കണ്ടിട്ട് പോലും ഇല്ല. ഇനി പാറു കളിക്കുന്ന വേറൊരു കളിനെ കുറിച്ചാണ് പറയാൻ നോക്കുന്നത്. ഈ സാന്ദ്രേൻ്റെയും ദിവ്യേൻ്റെയും നടുക്ക് നിന്നിട്ട് ഇങ്ങനെ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു കളി. ദിവ്യ പാറുവിനോട് അന്ന് രാത്രി നടന്നത്, അതായത് പ്രജൻ പോയ ദിവസം രാത്രി നടന്ന ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഗാനാ വിനോദിന് കബോർഡ് വേണ്ടതുകൊണ്ടാണ് എനിക്ക് അന്ന് തന്നെ ഡ്രസ്സ് മാറ്റി വെക്കാൻ ഞാൻ നോക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പം പിന്നെ സാന്ദ്ര സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്ദ്ര പറയുകയാണ്, അന്ന് പ്രജിനൊക്കെ ഉണ്ടായിരുന്നപ്പം ഞാൻ പോകുമെന്നാണ് ദിവ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ 3 പേരുണ്ടായിരുന്നു. ഇവൻ പ്രജിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ പേര് പറഞ്ഞു. ആ ഒരു ദേഷ്യമുണ്ട് സാന്ദ്രയ്ക്ക്. കൂടാതെ ഈ കബോർഡിൻ്റെ ഇഷ്യൂ കൂടെ വന്നപ്പം അത് ആളിക്കത്തി. സോ ഈ കാര്യം പാറുവിനോട് പറയുമ്പം പാറുവിന് ഈ കാര്യം അറിയാം, ആ കബോർഡിൻ്റെ ഇഷ്യൂ. അവിടെ അത് പറയാൻ നോക്കിയില്ല. കാര്യം ഇവർ വീണ്ടും സ്പ്ലിറ്റ് ആവണം, അല്ലെങ്കിൽ അത് ജസ്റ്റ് കേട്ടുകൊണ്ടേ ഇരുന്നുള്ളൂ. അതാണ് പറയുന്നത്. പാറു വല്ലാത്തൊരു ഗെയിമറാണ്. സ്പ്ലിറ്റ് ചെയ്ത് ഭരിക്കുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്ട്രാറ്റജിയും പാറു യൂസ് ചെയ്യുന്നുണ്ട്.